പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാലയ്ക്കായി വാങ്ങിക്കൂട്ടിയ ഭൂമിക്ക് കരമടച്ചത് ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് തന്നെയാണ്. 2024-25 വർഷത്തേക്ക് എലപ്പുള്ളി വില്ലേജിൽ കരമടച്ചതിന്റെ രേഖകൾ മാതൃഭൂമി ന്യൂസിനാണ്. പ്രസാദ് കുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രസാദ് കുമാർ, ഗുഡ് മോർണിംഗ്. ഈ കരമടച്ചതിന്റെ രേഖകൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചിരിക്കുകയാണ്. ഈ കമ്പനി തന്നെയാണ് കരമടച്ചിരിക്കുന്നത് ഈ പ്രത്യേക കാലഘട്ടത്തിൽ. വിശദാംശങ്ങൾ എന്തൊക്കെയാണ് പ്രസാദ്? മോത്തി കരമടച്ചതിൻ്റെ എലപ്പുള്ളി വില്ലേജ് ഓഫീസിലാണ് 2024-25 വർഷത്തേക്ക് ഓഗസ്റ്റ് മാസത്തിലാണ് ഈ ഒയാസിസ് കമ്പനി കരമടച്ചിരിക്കുന്നത്. ഇത് ഒയാസിസ് കമ്പനിയുടെ ഹരിയാന അംബാലയിലുള്ള വിലാസത്തിലാണ് കമ്പനി ഈ 24 ഏക്കർ രജിസ്റ്റർ ചെയ്തത്. ഇതിന് ഓതറൈസ്ഡ് സിഗ്നേച്ചറി എന്ന രീതിയിൽ ഗോപികൃഷ്ണനെ, അദ്ദേഹം ഒറ്റപ്പാലത്തിനടുത്ത് പാലപ്പുറം സ്വദേശി എന്നാണ് വിലാസം കാണുന്നത്. നേരത്തെ നമ്മളോട് കഴിഞ്ഞ ദിവസം ഭൂമി വാങ്ങിയ ഇടനിലക്കാരൻ എന്ന അവിടുത്തെ പഞ്ചായത്ത് മെമ്പറും കോൺഗ്രസ് നേതാവുമായ അപ്പുക്കുട്ടൻ പറഞ്ഞ അദ്ദേഹം തിരുവനന്തപുരം സ്വദേശി എന്നായിരുന്നു. പക്ഷേ ഇതിൽ വിലാസം കാണുന്നത് പാലപ്പുറം ഒറ്റപ്പാലം എന്നാണ്. അപ്പോൾ പാലക്കാട്ടുകാരൻ തന്നെയാണ്. അങ്ങനെയാണ് അദ്ദേഹമാണ് ഈ 24 ഏക്കർ ഭൂമി വാങ്ങാനും കമ്പനിക്ക് വേണ്ടി ഇടനിൽക്കുന്നത്. അദ്ദേഹത്തെ തന്നെയാണ് കമ്പനി ഈ ഓതറൈസ്ഡ് സിഗ്നേച്ചർ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതിനിധി, കമ്പനിയുടെ പ്രതിനിധി എന്ന രീതിയിൽ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇവിടെ കരമടച്ചിരിക്കുന്നത്. ഏതാണ്ട് 8,000-ഓളം രൂപയാണ് ഒരു വർഷത്തേക്ക് കരമടച്ചത്. മറ്റൊരു പ്രത്യേകത, ഇതിൽ 24 ഏക്കറിൽ ഏതാണ്ട് 5 ഏക്കറോളം ഭൂമി നിലം, അങ്ങനെ 6 സർവേ നമ്പറുകളുള്ളത് നിലം എന്നാണ്. അതായത് കൃഷിയിടം, നെല്ല് കൃഷി ചെയ്യുന്ന സ്ഥലം എന്നാണ് നമുക്ക് ആ സംഭവ സ്ഥലത്ത് ഈ സ്പോട്ടിൽ പോയ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ബാക്കിയെല്ലാം തന്നെ പുരയിടം അല്ലെങ്കിൽ തരിശ് ഭൂമിയാണ്. പക്ഷേ ഈ 6 ഏക്കറോളം സ്ഥലം നിലമാണ് ഈ സർവേയിൽ തന്നെ. അതുകൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒരുപക്ഷെ ഇവർക്കിനി KLU അടക്കമുള്ള നടപടികളിലേക്ക് മാറേണ്ടി വരും. പക്ഷേ ഇന്നലത്തെ CPM നേതാക്കളുടെ പ്രസ്താവനയെല്ലാം അനുസരിച്ച് അവിടെ മഴവെള്ള സംഭരണി ഉണ്ടാകും 5 ഏക്കറിൽ എന്നാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ നിലം എന്ന സ്ഥലത്തായിരിക്കാം ഒരുപക്ഷെ ഈ മഴവെള്ള സംഭരണി അല്ലെങ്കിൽ അത് വെള്ളം സംരക്ഷിക്കാനുള്ള, സൂക്ഷിച്ച് വെക്കാനുള്ള ഒരു സ്ഥലം എന്ന രീതിയിൽ കാണുന്നത്. എന്തായാലും ഇപ്പോൾ കമ്പനിയുടെ പേരിൽ തന്നെയാണ് ഈ ഏതാണ്ട് 6 മാസം മുൻപേ തന്നെ ഇവിടെ ഭൂമി രജിസ്റ്റർ ചെയ്തതും കരമടക്കുകയും ചെയ്തിരിക്കുന്നത്. കമ്പനി ഇന്നലെ നമ്മൾ വാട്ടർ അതോറിറ്റിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തയെല്ലാം നമ്മൾ പുറത്തുവിട്ടിരുന്നു. എണ്ണയിൽ നിന്ന് എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു നിർമ്മാണശാല എന്ന രീതിയിലാണ് ആദ്യം വാട്ടർ അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ടതെന്ന് നമുക്ക് ഇന്നലെ പുറത്തു വന്നു. ഇപ്പോൾ കമ്പനി നേരിട്ട് തന്നെ വന്നിരിക്കുന്നു. പക്ഷേ പഞ്ചായത്ത് പോലും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ വസ്തുത. എന്തായാലും കമ്പനിയുടെ പേരും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ വില്ലേജ് ഓഫീസ് രേഖകളിൽ കാണുന്നുണ്ട്. പ്രസാദ് കുമാർ, ചെവി അറിയാതെ ഈ കാര്യങ്ങൾ സർക്കാർ ഇത്രയും ശുഷ്കാന്തിയോടെ നീക്കുകയാണ് ചെയ്യുന്നത്. പാലക്കാട് നമുക്കറിയാം എത്രയേറെ കർഷകരുള്ള ഇടമാണ്. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ അനുഭവിക്കുന്ന കർഷകരുള്ളപ്പോൾ അവർക്ക് കൈത്താങ്ങായി നിൽക്കുന്നതിന് പകരം ഒരു സ്വകാര്യ കമ്പനിയെ സംരക്ഷിക്കുന്ന രീതിയിൽ ഇക്കാര്യങ്ങൾ ഇത്ര നിഗൂഢമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തിനാണ് എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യവും. അതാണ് ഇന്നലെ മന്ത്രി MP രാജേഷ് പറഞ്ഞത്. പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളെല്ലാം തന്നെ പൊളിഞ്ഞു വരികയാണ്. അഴിമതി ആരോപണം ഉന്നയിച്ചു, അത് പൊളിഞ്ഞു. ഇനി കുടിവെള്ള പ്രശ്നം പറഞ്ഞാൽ അതും പൊളിയും എന്നാണ് പറഞ്ഞത്. അതിന് ബദലായിട്ടാണ് അത് മുൻപേ തന്നെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് 5 ഏക്കറിൽ ഈ മഴവെള്ള സംഭരണി ഉണ്ടാക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ മഴവെള്ളം സംഭരിച്ചു കഴിഞ്ഞാൽ അവിടെ ഭൂഗർഭജലം എടുക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. പക്ഷേ വാട്ടർ അതോറിറ്റിയെ കമ്പനി നേരത്തെ സമീപിച്ചിരുന്നു. മലമ്പുഴയിൽ നിന്ന് കിൻഫ്ര പാർക്കിലേക്കുള്ള വെള്ളം അതിൽ നിന്നും ഒരു പങ്ക് തങ്ങൾക്ക് വേണം എന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ തരാൻ തയ്യാറാണ് എന്ന രീതിയിലാണ് വാട്ടർ അതോറിറ്റിയും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അങ്ങനെ വാട്ടർ അതോറിറ്റി ഈ കിൻഫ്ര പൈപ്പ് ലൈനിലൂടെ വെള്ളം കൊടുത്ത് അത് ഈ ഒയാസിസ് കമ്പനിക്ക് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഭാരതപ്പുഴയുടെ തീരത്തുള്ളവർക്ക് കുടിവെള്ളം മുട്ടും എന്ന അവസ്ഥയാണുള്ളത്. കഴിഞ്ഞ വർഷം തന്നെ ഭാരതപ്പുഴയുടെ തീരത്തുള്ളവർക്ക് മലമ്പുഴയിൽ നിന്നുള്ള വെള്ളം വിട്ടുകൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. കൃഷിക്ക് വേണ്ടിയിട്ടാണ് മലമ്പുഴ ഡാം 1955 തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ പാലക്കാട് നഗരത്തിലെയും 8 സമീപ പഞ്ചായത്തുകളെയും കുടിവെള്ളത്തിന് കൂടെ ഉപയോഗിക്കുന്നത് മലമ്പുഴ വെള്ളമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും രണ്ടാം വിളയ്ക്ക് നെൽകൃഷിക്ക് നൽകാൻ വെള്ളമില്ലാത്തൊരു സാഹചര്യം മലമ്പുഴ ഡാമിലുണ്ട്. ഇത്തവണ നല്ല മഴ കിട്ടിയതുകൊണ്ട് തന്നെ മലമ്പുഴ ഡാം ഏതാണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ കുടിവെള്ളവും കൃഷിക്കും കൂടെ ഉപയോഗിച്ച് പിന്നീട് മറ്റൊരു പദ്ധതിക്ക് വെള്ളം കൊടുക്കാൻ ഉണ്ടാകുമെന്ന സംശയം വാട്ടർ അതോറിറ്റിയും പറയുന്നത്. എന്തായാലും കമ്പനി ഇപ്പോൾ ഡയറക്റ്റ് തന്നെ ഈ എലപ്പുള്ളി പഞ്ചായത്തിനെ എല്ലാം തന്നെ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ പഞ്ചായത്തിനെ സമീപിച്ചിട്ടില്ല, വില്ലേജിനെയാണ് സമീപിച്ചിരിക്കുന്നത്. വില്ലേജിൽ കരമടച്ചതിൻ്റെ രേഖകളാണ് നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. മോത്തി.